നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയിലെ സെറ്റപ്പ് നോക്കാം. നിഫ്റ്റിയിൽ വരും ദിവസങ്ങൾ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണ്? നമുക്ക് ഈ ഒരു ട്രെൻഡ് നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ എക്സാക്റ്റ് ആയിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നിഫ്റ്റിയിൽ എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പൊസിഷൻസ്, സപ്പോർട്ട് റെസിസ്റ്റൻസ്, കൃത്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നത്തെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ രാവിലത്തെ ഓപ്പണിംഗ് കാനിൽ തന്നെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നത് 24,860. അതായത് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരുന്നു. ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, മാർക്കറ്റ് രാവിലത്തെ ഒരു സെക്ഷനിൽ മൂവ്മെന്റ് വന്നതിന് ശേഷം അതിനുശേഷം മൂവ്മെന്റ് ഒട്ടുമില്ലാത്തൊരു മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മാർക്കറ്റിന്റെ ഒരു മാനേജ് ചെയ്യാനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റൈറ്റ് സപ്പോർട്ടോ റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നുള്ള എൻട്രിക്ക് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകുക. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിയെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 24,360 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത്. അതുപോലെ തന്നെ 24,400 24,400. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഇതിന്റെ മുകളിലാണെങ്കിൽ 24,400 മുകളിലാണെങ്കിലാണ് ബൈ ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത, അല്ലെങ്കിൽ 400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതിന് റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 400 മുകളിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, വർക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് 360 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 455 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,455 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 455 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 24,525 ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ സപ്പോർട്ട് റേഞ്ചിലാണെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 24,360 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിക്ക് ഇനി അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 24,245 ആണ്. 24,245, 24,200 ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവല്. ലോവർ ലെവല് കാണുന്നത് ഈ ഒരു സപ്പോർട്ടാണ് നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ രണ്ട് റേഞ്ചിൽ, അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കും. ഈ റേഞ്ചിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 24,200 താഴെ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. 200 താഴെ വീക്ക്നെസ് ആയാലും സപ്പോർട്ട് ഉണ്ട്. 24,150 ഉണ്ട്. 24,075 ഉണ്ട്. 24,150, 24,075 സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. മാർക്കറ്റ് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ട്രെൻഡ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മാർക്കറ്റ് ട്രെൻഡ് ബോത്ത് സൈഡിലേക്കുള്ള ഒരു പ്രോബിലിറ്റിക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഫാൾ വരാനൊരു സാധ്യതയുണ്ട്. സഡൻ ആയിട്ടുള്ള ഒരു വൺ സൈഡ് മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ച് മാർക്കറ്റിനെ മാനേജ് ചെയ്യാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.